ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആർട്സ് കൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ ഇന്നൊരു തലതിരിഞ്ഞ പെയിൻറ്റിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള അക്രലിക് ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെയിം റിവീലിംഗ് ബോക്സിന്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷീറ്റാണ് കേട്ടോ ഇത്. 2mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. അടുത്തതായി ഞാനൊരു ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ റിവേഴ്സ് പെയിന്റിങ്ങിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇതുപോലെ ലൈൻസ് കൂടുതലുള്ള ഇലയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. ഇന്നത്തെ മെയിൻ താരം ഈ ഇല തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇലയുടെ ബാക്ക് സൈഡിൽ ഞാൻ വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാകുന്ന രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതാ ഇലയുടെ പിറകുവശം കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പെയിന്റ് ചെയ്ത ഭാഗം അക്രിലിക് ഷീറ്റിന്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് ആ ഇലയുടെ ഷേപ്പ് അതിലോട്ടൊന്ന് പതിച്ചെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള അക്രിലിക് ഷീറ്റിന്റെ സെന്ററിൽ തന്നെ വരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ഇല പതുക്കെ ഒന്ന് മാറ്റി നോക്കാം. കണ്ടില്ലേ, ആ ഇലയുടെ ഷേപ്പ് അതിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഇലയുടെ സൈഡ് ഭാഗം കറക്റ്റ് പതിഞ്ഞിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, നമുക്കത് ബ്രഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലോ. ബാക്കി ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പോയിന്റ് ബ്രഷ് ഉപയോഗിച്ച് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ വരുന്ന ലൈൻസ് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ ലീഫിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉണങ്ങി സെറ്റായതിനു ശേഷമാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തെടുക്കുന്നത്. നോർമലി നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഡീറ്റെയിലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്പോഞ്ച് വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രഷ് വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. എന്തായാലും ഫൈനലൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ്. കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഗ്ലാസ് സർഫേസിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് പേപ്പറിലും ചെയ്തെടുക്കാവുന്നതാണ്. പേപ്പറിൽ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ചെയ്തതിന് ശേഷം ലീഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.